നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുവെന്നും അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. BJPയുടെ ഓഫീസിന് പ്രതിഷേധക്കാർ തീയിടുന്നു. ഇതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ 4ഓളം പേർക്ക് ഇവിടെ മരണം സംഭവിക്കുന്നു മുതലായ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കലാപമാണ് എന്നും ചില വിദേശ രാജ്യങ്ങൾക്ക് വരെ ഇതിനകത്ത് പങ്കുണ്ടായെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സോനം വാങ്ചുക് എന്ന വ്യക്തിയെ ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ CBIയുടെ വരെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നും ആ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ലഡാക്കിലെ പ്രതിഷേധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഭാഗമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ലഡാക്കുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതി അവിടെ ഒരു നിരാഹാര സമരം ആരംഭിക്കുകയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് എങ്കിലും വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വയലൻ്റായി മാറുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വയലൻ്റായി മാറുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം 2019 വരെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാം. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് 2ാം NDA സർക്കാർ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ എന്ന പേരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നടപടിയിലൂടെ പഴയ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളായി വിഭജിക്കപ്പെടുകയാണ്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിയൻ ടെറിട്ടറി, അതുപോലെ തന്നെ ലഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറി. പക്ഷേ ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിന് സ്വന്തമായി ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു നിയമസഭ ഉണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് ഒരു നിയമസഭ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ലഡാക്കിലെ ഭൂരിഭാഗം ജനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. എന്തിനു പറയുന്നു, ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സോനം വാങ്ചുക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലമായി ലഡാക്കിലെ ആളുകൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനത്തിൽ നിന്നും വേർപെട്ട് സ്വതന്ത്രമായി നിൽക്കണമെന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. കാരണം ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമായി നിലനിന്നിരുന്നപ്പോൾ ഈ ശ്രീനഗറിലിരിക്കുന്ന ഗവൺമെൻറ് ലഡാക്കിനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി കാലാകാലങ്ങളായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ പിന്നീട് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർന്നു വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിയൻ ടെറിട്ടറിക്ക് സ്വന്തമായി ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നതുകൊണ്ട് പല വിഷയങ്ങളിലും ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുമുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ലഡാക്കിന് സ്വന്തമായി ഒരു നിയമനിർമ്മാണ സഭ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പണ്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം നിലനിന്നിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് പലതരത്തിലുമുള്ള ഓട്ടോണമി ഉണ്ടായിരുന്നു. ലഡാക്കിലെ ഗവൺമെൻറ് ജോലികൾ ലഡാക്കിലുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ലഡാക്കിന് വെളിയിലുള്ള ആളുകൾക്ക് ഇവിടെ സ്ഥലം വാങ്ങുന്നതിനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ ഗവൺമെൻറ് ജോലികൾ കിട്ടാൻ വേണ്ടി തുടങ്ങുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളും ലഡാക്കിലേക്ക് കടന്നു വരികയും അവിടുത്തെ സ്ഥലം വാങ്ങിക്കുകയും ആ ഭൂമിയിൽ പലതരത്തിലുള്ള ബിസിനസ് ഓപ്പറേഷനുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വിൻഡ് മില്ലുകൾ, അതുപോലെ തന്നെ സോളാർ പവർ പ്ലാന്റുകൾ, അതിനു പുറമെ പലതരത്തിലുള്ള മൈനിങ് ഓപ്പറേഷൻസ്, ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം കമ്പനികൾ അവിടെ നടത്തുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അതിവിടുത്തെ ജനങ്ങളെയും അതുപോലെ തന്നെ ലഡാക്കിൻ്റെ ഭൂപ്രകൃതിയെയും വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ഇനി അതുപോലെ തന്നെ ഇവർ ഉയർത്തുന്ന മറ്റൊരു പ്രശ്നമാണ് അത് ഇവരുടെ സംസ്കാരവുമായി അല്ലെങ്കിൽ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഈ ലഡാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 പ്രദേശങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാമത്തേതാണ് ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം. അവിടെ പ്രധാനമായിട്ടും ബുദ്ധമത വിശ്വാസികളാണ് താമസിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് കാർഗിൽ പ്രദേശം. പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇവരുടെ ഇടയിൽ 80 മുതൽ 90% വരെ ആളുകൾ പല പ്രദേശങ്ങളിലും ട്രൈബൽ ഐഡൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ആളുകളാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള സംസ്കാരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പിന്തുടരുന്ന ഒരു ജനതയാണ് നമുക്ക് ഈ ലഡാക്കിൽ കാണാൻ സാധിക്കുക. അപ്പോൾ പണ്ട് ഇവരൊരു സംസ്ഥാനമായിരുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയെയും ഡൈവേഴ്സിറ്റിയെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളായിരുന്നു ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ്. ആ നിയമനിർമ്മാണത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നു. ഇനി ഈ ലഡാക്ക് പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിയും അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലഡാക്കിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണെന്ന് ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഹിമാലയൻ മേഖല ആയതുകൊണ്ട് തന്നെ എക്കോളജിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ധാരാളം ഗ്ലേഷ്യറുകളുള്ളതുകൊണ്ട് ഈ ലഡാക്ക് പ്രദേശം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള ശുദ്ധജലത്തിൻ്റെയൊക്കെ ചില പ്രധാനപ്പെട്ട സോഴ്സുകൾ അവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭൂമിയും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നൂറ്റാണ്ടുകളായിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇതിനെ സംരക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവരൊരു സംസ്ഥാനമായിരുന്ന സമയത്ത് ഇതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പല അധികാരങ്ങളും ഇവിടുത്തെ ആളുകളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു അധികാരവും ഇവരുടെ കയ്യിലില്ല. ഇവിടെ പലതരത്തിലുള്ള ചൂഷണങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയതുകൊണ്ട് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ചെറുതും വലുതുമായിട്ടുള്ള പല പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും 2020 മുതലേ തന്നെ ലഡാക്കിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഉയർന്നു വരികയാണ്. ലേയിൽ നിന്നും ലേ അപ്പെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിലിൽ നിന്നും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് വന്ന് പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പ്രധാനമായിട്ടും 4 ആവശ്യങ്ങളാണ് ഇവർ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെക്കുന്നത് എന്ന് കാണാം. അതിലൊന്നാമത്തേതാണ് ലഡാക്കിന് ഒരു സമ്പൂർണ്ണ സംസ്ഥാന പദവി, ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ലഡാക്ക് സ്വന്തമായി നിയമസഭയില്ലാത്ത ഒരു യൂണിയൻ ടെറിട്ടറി മാത്രമാണ്. അതിൽ നിന്ന് മാറി ലഡാക്ക് എന്നൊരു സംസ്ഥാനം രൂപീകരിക്കാൻ സാധിക്കണം. അവർക്ക് സ്വന്തമായി ഒരു നിയമസഭ ഉണ്ടാവണം. അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ഓട്ടോണമസായി മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരു സമ്പൂർണ്ണ സംസ്ഥാന പദവി തങ്ങൾക്ക് ലഭിക്കണമെന്ന് അവർ പറയുന്നത്. ഇനി ഇവിടെ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന് മാത്രമല്ല, ആ സംസ്ഥാനത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. അപ്പോൾ ഈ ഷെഡ്യൂൾ 6 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 10 ആർട്ടിക്കിൾ 244 ഷെഡ്യൂൾ 6, ഷെഡ്യൂൾ 5 എന്ന പേരിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയ, ട്രൈബൽ ഏരിയ എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ഇതിലെ ഷെഡ്യൂൾ 6 ഏരിയാസ് വന്നിരിക്കുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സംസ്ഥാനങ്ങളുടെ ഉള്ളിലാണ് എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെഡ്യൂൾ 6 ഏരിയകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ട്രൈബൽ പോപ്പുലേഷനുള്ള സ്ഥലങ്ങളെയാണ് ഇത്തരത്തിൽ ഷെഡ്യൂൾ 6 ഏരിയയ്ക്കായിട്ട് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ഓട്ടോണമസ് റീജിയണൽ കൗൺസിൽ പോലെയുള്ള ചില ബോഡികൾ നമുക്ക് കാണാം. അവർക്ക് വ്യക്തമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവായിട്ടുള്ള അധികാരങ്ങൾ, അവിടുത്തെ ലാൻഡ്, ഫോറസ്റ്റ്, ഇൻഹെറിറ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റ് സ്വാഭാവികമായി ഒരു നിയമം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവുമെന്ന് നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് ഏരിയകളിലും ട്രൈബൽ ഏരിയകളിലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവില്ല. ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇവിടെ അപ്ലൈ ആവുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഗവർണർ ഇത്തരം നിയമങ്ങൾക്ക് അനുമതി കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിനോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലെജിസ്ലേറ്റീവായിട്ട് ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്കും ഓട്ടോണമസ് റീജിയണൽ കൗൺസിലുകൾക്കും വലിയ രീതിയിലുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇനി ലെജിസ്ലേറ്റീവായിട്ടുള്ള അധികാരങ്ങൾക്ക് പുറമെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ടായെന്ന് കാണാം. ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ചില സ്പെഷ്യൽ ടാക്സേഷൻസ് ഒക്കെ നടത്തുന്നതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളും ഇത്തരത്തിലുള്ള ബോഡികൾക്കുണ്ട് എന്ന് കാണാം. പല സമയത്തും ആ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് ജുഡീഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരം വരെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ഓട്ടോണമിയും അതുപോലെ തന്നെ അധികാരങ്ങളുമുള്ള ഷെഡ്യൂൾ 6 ലഡാക്കിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ട്രൈബൽ കൾച്ചറിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനുമൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ 6 അവരെ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ലഡാക്കിലെ ജനങ്ങൾ മാത്രമല്ല പറയുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ലഡാക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഇത്രയധികം ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അവരെ ഷെഡ്യൂൾ 6 ആഡ് ചെയ്യണമെന്നാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. ഇനി ഇവർ മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ലഡാക്കിന് സ്വന്തമായിട്ടുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നാണ്. വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ ഈ ലഡാക്കിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് ലഡാക്കിലെ ജനങ്ങളെന്ന് നമുക്ക് കാണാം. അവർക്കിടയിൽ തന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ബിരുദധാരികളായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 26% മുകളിലാണ്. അപ്പോൾ കൃത്യമായി അവിടുത്തെ ഗവൺമെൻറ് ജോലികളിലെ വേക്കൻസികൾ കണ്ടെത്താനും ആ വേക്കൻസികളിലേക്ക് അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാനും പര്യാപ്തമായ രീതിയിലുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം മൂന്നാമതായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നു. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ലഡാക്കിൻ്റെ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർക്ക് ലോകസഭയിൽ മാത്രമേ റെപ്രസെൻറ്റേഷൻ ഉള്ളൂ എന്ന് കാണാം. ലഡാക്കിന് ആകെ ഒരു MP മാത്രമാണ് ഇപ്പോൾ ലോകസഭയിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലഡാക്കിൽ നിന്നും കാർഗിലിൽ നിന്നും ഓരോ MPമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരണമെന്നും അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിൽ ലഡാക്കിന് കൃത്യമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടണമെന്നുള്ളൊരു ആവശ്യമാണ് നാലാമത്തെ ആവശ്യമായിട്ട് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങളാണ് ലഡാക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് പലതരത്തിലുള്ള സമരങ്ങൾ ലഡാക്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പല സമയത്തും നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ശ്രീ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ 3 Idiots എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം ഇദ്ദേഹത്തിൽ നിന്നും ഇൻസ്പയർ ആയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ സമരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല സമയത്തും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കാണാം. ഈ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഒക്ടോബർ മാസം 6-ാം തീയതിയായിരുന്നു നടക്കാനിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല, ചിലതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം, അതുപോലെ തന്നെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, മുതലായ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു സമ്പൂർണ്ണ സംസ്ഥാന പദവി കൊടുക്കുക, അതുപോലെ തന്നെ 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുക മുതലായ കാര്യങ്ങളൊന്നും ഉടനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP അവരുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചപ്പോൾ ഈ ലഡാക്ക് ഭാഗങ്ങളിലൊക്കെ ആ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ലഡാക്കിനെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്ന്. സോ അതേ BJP ഇന്ന് അധികാരത്തിലിരിക്കുമ്പോൾ അത് ചെയ്യുകയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം 10-ാം തീയതി സോനം വാങ്ചുകിൻ്റെ നേതൃത്വത്തിൽ ഒരു നിരാഹാര സമരം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോയതെങ്കിലും 15 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 24-ാം തീയതി ധാരാളം യുവാക്കളൊക്കെ ഈ സമരത്തിലേക്ക് കടന്നു വരികയും അവരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ പോലീസ് പറയുന്നത് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായി. പോലീസ് വാഹനങ്ങൾ, CRPFൻ്റെ ഒക്കെ വാഹനങ്ങൾ, BJPയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള പല കെട്ടിടങ്ങൾക്കെതിരെയും ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഇവർ തീയിടുന്നൊരവസ്ഥ വരുന്നു. ഇതുകൊണ്ടാണ് പോലീസിന് റിട്ടാലിയേറ്റ് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് റിട്ടാലിയേഷൻ നടക്കുന്ന സമയത്താണ് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വാർത്തയൊക്കെ പുറത്തോട്ട് വന്നതോടുകൂടി പ്രതിഷേധങ്ങളുടെയൊക്കെ സ്വഭാവം മാറുകയാണ്. വീണ്ടും കടുത്ത അക്രമ സംഭവങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ പ്രതിഷേധക്കാരെ എല്ലാം കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഈ ഒരു സിറ്റുവേഷനെ ഗവൺമെൻറ് കൺട്രോളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോനം വാങ്ചുകിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ആസൂത്രിതമായിട്ടുള്ള കലാപം നടക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ പല മാധ്യമങ്ങളും ഇതിലും വലിയ ആരോപണങ്ങൾ പറയുകയാണ്. വിദേശ രാജ്യങ്ങൾ എസ്പെഷ്യലി ചൈനയും ഒക്കെയായി കൂടിച്ചേർന്നുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി നേപ്പാളിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു ജൻസി പ്രക്ഷോഭം നടത്തി വലിയ അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്തു, അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കലാപം നടത്തുകയും ചെയ്തു എന്നുള്ള വലിയ ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഗവൺമെൻറ് NSA ആക്ടിൻ്റെ കീഴിൽ, നാഷണൽ സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ കീഴിൽ അറസ്റ്റ് ചെയ്യുന്നു. CBIയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിനെതിരെയും ഇദ്ദേഹത്തിൻ്റെ NGOസിനെതിരെയും ഒക്കെ പലതരത്തിലുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം ഇദ്ദേഹത്തിൻ്റെ NGOയ്ക്ക് ഉണ്ടായിരുന്ന ഡൊണേഷൻ ലൈസൻസ് ഒക്കെ ഗവൺമെൻറ് പിൻവലിക്കുകയാണ്.
ഇന്ത്യയിലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും സംഘടനകൾക്ക് ഡൊണേഷൻ സ്വീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡൊണേഷൻ ലൈസൻസ് പിൻവലിച്ചത് എന്നൊക്കെ പറയുന്നു. ഇനി ഇത് മാത്രമല്ല, BJPയുടെ ഒക്കെ ഭാഗത്തു നിന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായിട്ടുള്ള കലാപങ്ങൾ നടത്തി എന്നുള്ള ഒരു ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ആസൂത്രിതമായി ഗവൺമെൻറ്റിനെതിരെയുള്ള കലാപങ്ങളാണ് ലഡാക്കിൽ നടന്നത്. അതാണ് ലഡാക്കിലെ പ്രതിഷേധങ്ങൾക്ക് കാരണമെന്നാണ് ഒരഭിപ്രായം മുന്നോട്ട് വരുന്നത്. എന്നാൽ ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇങ്ങനെ പുറത്തു നിന്നുള്ളൊരു ഇൻഫ്ലുവൻസോ ആസൂത്രിതമായിട്ടുള്ള കലാപങ്ങളോ ഒന്നുമല്ല നടക്കുന്നത്. കൃത്യമായി ലഡാക്കിലെ ആളുകൾ അവരുടെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അവരുടെ ആവശ്യങ്ങളെ ഗവൺമെൻറ് പരിഗണിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറി ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്നു. ഗവൺമെൻറ് മനഃപൂർവ്വം സോനം വാങ്ചുക്കിനെതിരെയും അതുപോലെ തന്നെ പ്രതിഷേധക്കാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഇതെങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്കിവിടെ തറപ്പിച്ച് പറയാൻ പറ്റും: ഈ ഒരു നിലപാടിൽ നമുക്ക് ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഈ ലഡാക്ക് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ബോർഡർ ഏരിയയാണ്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ആ പ്രശ്നത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കടമ തന്നെയാണ്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ടോ അവിടുത്തെ ആളുകളെ ശത്രുക്കളാക്കിക്കൊണ്ടോ ഗവൺമെൻറ്റിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കുകയും അതിൽ ന്യായമായ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുകയും അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തി ഡയലോഗുകളിലൂടെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ മാത്രമേ ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതും തിരിച്ചറിയുക. സോ ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.